ഒറ്റയ്ക്ക് ജീവിക്കാൻ ഒരു അബലയെ സബലയാക്കുന്ന കാലത്തിന്റെ കാണാക്കുരുക്കിൽ അകപ്പെട്ട ഒരുപാട് പെൺജന്മങ്ങൾ. തോറ്റ് കീഴടങ്ങിയവളും തളർന്ന് ഇല്ലാതായവളും തകർന്നിറങ്ങിയവളും ഇറങ്ങിപ്പറന്നവളും ഒരേ വഴിയിലല്ലല്ലോ യാത്ര ചെയ്യുക. ബോംബെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഫ്ലൈറ്റേ കയറാമല്ലോ, താഴെ നിന്നിങ്ങനെ പ്ലെയിൻ പോകുന്ന കണ്ടിട്ടല്ലേ ഉള്ളൂ. അപ്പം അവർ രണ്ടുപേരും പൈലറ്റായിരുന്നു. അപ്പം ബോംബെ പോകാൻ എളുപ്പമായിരുന്നു. അങ്ങനെ ബോംബെ ചെന്നു. അപ്പം പുള്ളിക്കാരൻ ദുബായ് എയർപോർട്ടിലാണ് ജോലി, പുള്ളിക്കാരി ബോംബെ എയർപോർട്ടിലായിരുന്നു. ആഴ്ചയിൽ 3 ദിവസമൊക്കെ കാണത്തുള്ളൂ വീട്ടിൽ പുള്ളിക്കാരിയെ. പിന്നെ എനിക്ക് വയ്യാത്തൊരു കൊച്ചായിരുന്നു, ഒട്ടും നടക്കത്തില്ല. 7 വയസ്സുണ്ട്, പക്ഷേ അതിന് നടക്കത്തൊന്നുമില്ല. പല്ലും ഇങ്ങനെ തീരെ കുറവാണ്, നിൽക്കത്തൊന്നുമില്ല. അപ്പോൾ അതിനെ എടുത്തുകൊണ്ട് വേണം അതിനെ എല്ലാം ചെയ്യിക്കാനായിട്ട്. നല്ലൊരു കുഞ്ഞാണത്. അവനെ ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്ക് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് അവനെ പൊക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പം ഇടയ്ക്ക് ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി ഡോക്ടർ വരും, അപ്പോൾ അവരോട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാനും ആ കൊച്ചും കൂടെ ഉള്ളൂ മിക്കപ്പോഴും. പിന്നെ പുള്ളിക്കാരി ഇടയ്ക്ക് വന്നിട്ട് അങ്ങ് പോകും. അപ്പം ഞാൻ പറഞ്ഞു ഭയങ്കര പാടാണ് കൊച്ചിനെ പൊക്കാനായിട്ട്. അപ്പം ഉടനെ പറഞ്ഞ ഒരാളെയും കൂടെ സപ്പോർട്ട് നിർത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഒരാളും കൂടെ വരുവാണെങ്കിൽ എനിക്ക് എളുപ്പമുണ്ട് കൊണ്ടുപോകാനായിട്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരാളും കൂടെ വന്നു. അപ്പം ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു, കൊച്ചിൻ്റെ അമ്മയും ഞാനും എല്ലാവരും കൂടെ ഭയങ്കര കൂട്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്ത് പോവുകയും വണ്ടിയിൽ പുറത്ത് പോവുകയൊക്കെ കൊച്ചുമായിട്ട് കറങ്ങാനൊക്കെ പോവുകയൊക്കെ ചെയ്യും. അപ്പം പുള്ളിക്കാരി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ പുള്ളിക്കാരിക്ക് എന്നോട് ഒത്തിരി സ്നേഹം കാണിക്കുന്നപ്പം പുള്ളിക്കാരിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പുള്ളിക്കാരി എന്നിട്ട് പറഞ്ഞു ഞാൻ കൊച്ചിനൊന്നും കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. പിന്നെ അത് കേട്ടും കൊണ്ട് കൊച്ചിൻ്റെ അമ്മ പിന്നെ എന്നോട് ഭയങ്കര വഴക്കും ബഹളമായി. പിന്നെ എനിക്ക് പട്ടിണിയായി, എളുപ്പം ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞ പ്രശ്നമൊക്കെ ആയി. പിന്നെ സാലറി 2 മാസത്തെ തരാനുണ്ടായിരുന്നു. അത് പിന്നെ ഏജൻസിയോട് പറഞ്ഞു ഇതുപോലെയാണ് പ്രശ്നമാണ്, എനിക്ക് വീട്ടിൽ പോകണം, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞു ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒരു ദിവസം ഞാൻ പെട്ടെന്ന് ഫ്ലൈറ്റ് ഞാൻ പറഞ്ഞു ബുക്ക് ചെയ്തത്. അപ്പം പറഞ്ഞു തരില്ല എന്ന്, കാരണം കൊറോണയാണല്ലോ. അപ്പം പിന്നെ ട്രെയിനില്ല, വേറെ മാർഗ്ഗമില്ല, ഫ്ലൈറ്റേ ഉള്ളൂ. ഇവർക്കാകുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഏജൻസി മുഖേന പറയുമ്പോൾ ഭയങ്കര പ്രയാസമാണ്, എങ്ങനെ സഹിച്ച് നിൽക്കും. പക്ഷേ സഹിക്കാൻ പറ്റുന്നേ ഇല്ല അവിടെ നിന്നിട്ട് എനിക്ക്. എന്നിട്ടായിരുന്നു ഞാൻ ടാക്സി വിളിച്ച് തരും, എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് കാനഡയിലെ, അപ്പോൾ അവളുമായിട്ട് ഭയങ്കര കൂട്ടാണ്. അപ്പോൾ അവളോട് ഇങ്ങനെ കാര്യം പറഞ്ഞു. പിന്നെ പ്രിൻസി എന്ന് പറഞ്ഞ കൊച്ചുണ്ട് ബോംബെയിൽ, അവരുടെയൊക്കെ കാര്യം പറഞ്ഞു. പക്ഷേ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വരവ് നടക്കില്ല. പിന്നെ ബിന്ദു എന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയാണ്. പക്ഷേ ഓരോ ദിവസം പ്രശ്നം കൂടിക്കൊണ്ടേ എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ടാക്സി വിളിച്ചു തരും പൊക്കോണമെന്ന് പറഞ്ഞു. അങ്ങനെ ടാക്സി വിളിച്ചു തന്നു. അപ്പം പട്ടിണിയാണ്, 2 ദിവസം പട്ടിണിയാണ്, ഞാൻ ഒന്നും തരുത്തൊന്നുമില്ല. ബിന്ദു പറഞ്ഞു എങ്ങനെയെങ്കിലും ബിച്ച് പോകാൻ നോക്കാം, നമുക്ക് ടിക്കറ്റ് നോക്കാമെന്ന് പറഞ്ഞു. പുള്ളിക്കാരി എല്ലായിടും നോക്കുന്നുണ്ട്, ഏജൻസി മുഖേന നോക്കുന്നുണ്ട്. പക്ഷേ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുന്നില്ല, ഫ്ലൈറ്റും കുറവാണ് അന്നേരം. പുള്ളിക്കാരി എന്ത് ചെയ്തു അതൊന്നും ഗവനിക്കാതെ ടാക്സി വിളിച്ചു. വെളുപ്പാൻ കാലം 4:30 ആയപ്പോഴത്തേക്കും ടാക്സി വന്നു. ബോംബെ ആണ് ഓർത്തോണം. അവിടെ 2 മാസത്തോളം ഞാൻ അവിടെ നിന്നു കേട്ടോ. ഹിന്ദിയൊക്കെ അറിയാമായിരുന്നോ? ഹിന്ദി എനിക്ക് പറയുന്ന മനസ്സിലാവും, പക്ഷേ എനിക്ക് തിരിച്ചു പറയാൻ അറിയില്ലായിരുന്നു. പിന്നെ എങ്ങനെ അയാളോട് സംസാരിച്ചു? ഇല്ല, ആ പുള്ളി വന്ന ഉടനെ എൻ്റെ 2000 രൂപയാണ് പുള്ളിക്കാരി എനിക്ക് തന്നത്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ? അല്ല, സാലറി കുറേ കിടപ്പുണ്ടായിരുന്നു, 17,000 രൂപയോളം കിടപ്പുണ്ട്. പുള്ളിക്കാരി തന്നില്ല. കാറ് വന്നു, ഡ്രൈവർ കയറിയിരുന്നു. പക്ഷേ നല്ല ഇരുട്ടാണ്, വെളുപ്പാങ്കാലം അല്ലേ. എനിക്കാണെങ്കിൽ ബോംബെ ഒന്നും അറിയില്ല. ബോംബെ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ വിചാരം അറിയാമല്ലോ എന്തുമായിരിക്കും അവിടുത്തെ സ്ഥിതിയെന്ന്. പിന്നെ ഞാൻ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ആകെപ്പാടെ എൻ്റെ കയ്യിലൊരു മോതിരമുണ്ട്, കമ്മലുണ്ട്. പക്ഷേ എനിക്ക് ഹിന്ദി ആ പുള്ളിയോട് എനിക്ക് പറയാൻ അറിയില്ല ഹിന്ദിയിൽ. ഉടനെ ഞാൻ പിന്നെ കുഞ്ഞു ഫോണായതുണ്ടായിരുന്നത്, ഞാൻ ഉടനെ തന്നെ ആൻറ്റിയെ വിളിച്ചു. ഞാൻ പറഞ്ഞു ആൻറ്റി ഒന്ന് ഹിന്ദിയിലൊന്ന് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ ആൻറ്റി ഹിന്ദി സംസാരിച്ചു. പുള്ളിയോട് സംസാരിച്ചിട്ട് പുള്ളി എന്ത് ചെയ്തു, ഉടനെ പുള്ളിക്ക് മനസ്സിലായി എൻ്റെ പൈസയും കുറവാണ്. പിന്നെ എന്നാ വെച്ചാൽ അതൊരു ശരിക്കും കണ്ടാൽ നമ്മൾ വിഷമമില്ല. എന്ന് വെച്ചാൽ ഒരു പരിചയമില്ലാത്തൊരു വ്യക്തി, ഹിന്ദി അറിയില്ല, എനിക്ക് പറയാനറിയില്ല, പുള്ളി എവിടെ കൊണ്ട് ഇരുത്തും എന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ. പക്ഷേ അതൊരു ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയാം. എന്നെ നല്ല സേഫ്റ്റി ആയിട്ട് ബോംബെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടു. പിന്നെ എൻ്റെ വണ്ടിക്കൂലി മേടിച്ചില്ല. ഞാൻ പറഞ്ഞില്ല വേണ്ട പിടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ 600 രൂപയാണ് പുള്ളി വാങ്ങിച്ചത്. എന്നിട്ട് പുള്ളി പക്ഷേ അവിടെ ഒന്നും കടകളൊന്നും തുറക്കില്ല, കൊറോണ കാരണമേ. പിന്നെ ഞാൻ അവിടെ നിന്ന്
എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ, ദാഹിച്ചിട്ട് വയ്യ. ഇത് 2 ദിവസമായി പട്ടിണി കിടക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് പിന്നെ ബിന്ദു എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാനഡയിലെ ആൻറ്റി വിളിക്കും. പിന്നെ ഏജൻസിയോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്നെ നാട്ടിൽ ഏൽപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ അത് പ്രശ്നമാകും എന്ന് പറഞ്ഞിട്ടും അവർ പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ ടിക്കറ്റ് കിട്ടുന്നില്ല. പിന്നെ ബിന്ദു പറഞ്ഞു, എന്തായാലും ഒരു കാപ്പി വാങ്ങിച്ച് കുടിക്കുക, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം മതിയെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് ഒരു കാപ്പി മേടിച്ചു. അറിയാലോ എയർപോർട്ടിലെ ചാർജ് എത്ര രൂപയാണ്. ആകപ്പാടെ എൻ്റെ കയ്യിൽ ഇനി 2000 ഉണ്ട്, 600 പോയി കഴിഞ്ഞ് ബാക്കി എനിക്ക് 1400 രൂപയേ ഉള്ളൂ. 600 രൂപയായി കാപ്പി മേടിച്ച് കഴിഞ്ഞാൽ, അതും ഒരു കാപ്പിക്ക്. പക്ഷേ എനിക്ക് കുടിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും പേടിയാണ്. എന്നുവെച്ചാൽ ഫ്ലൈറ്റ് കിട്ടിയില്ല, ഞാൻ അവിടെ പിന്നെയും താമസിക്കേണ്ടി വരും. എങ്ങനെ താമസിക്കും ഒറ്റയ്ക്ക്? എയർപോർട്ടിൽ കിടക്കാൻ പറ്റില്ല, അവിടെ എങ്ങനെ ഒരു ലോഡ്ജിൽ പോയി എടുക്കാൻ പറ്റും എന്ന് വെച്ച് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനാണ് ഞാൻ നോക്കുമ്പോൾ ഒരു ഫ്ലൈറ്റിൻ്റെ നിൽക്കുന്നു. ഫ്ലൈറ്റ് വരാറിപ്പോൾ നമ്മുടെ ഒരു മലയാളിയെ കണ്ടു. ഞാൻ ക്യൂ നിൽക്കില്ല. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഒരു ഉപകാരം ചെയ്യുമോ? ബാക്കി ആരും എനിക്ക് വലിയ പരിചയങ്ങളൊന്നും, വേറെ രാജ്യക്കാരൊക്കെയാണ്. പുള്ളിയോട് ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിലൊരു മോതിരമുണ്ട്, കമ്മലും ഉണ്ട്, അത് ഞാൻ തരാം. എനിക്ക് നിങ്ങൾ നെടുമ്പാശ്ശേരി വരുമ്പോൾ അത് വിറ്റിട്ട് പൈസ എടുത്തിട്ട് ബാക്കി തന്നാൽ മതിയെന്ന് പറഞ്ഞു. പുള്ളിയോ അത് കേട്ട പാടെയും കേൾക്കാതെ എന്നോട് പറ്റില്ല എന്ന് പറഞ്ഞു പുള്ളി അങ്ങ് പോയി. പിന്നെ ഞാൻ ഏജൻസി വിളിക്കുന്നുണ്ട്. ഇപ്പം കാനഡയിൽ നിന്ന് അവരെല്ലാം നോക്കുന്നുണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ടിക്കറ്റ് ശരിയാക്കാൻ വേണ്ടി. ഒരു രക്ഷയില്ല. അതിന് ശേഷം ഏജൻസി ഏർപ്പെട്ട് പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് ടിക്കറ്റ് കിട്ടി. അത് 2 ഫ്ലൈറ്റ് കയറണമായിരുന്നു. ബോംബെ ബാംഗ്ലൂർ നെടുമ്പാശ്ശേരി ആയിരുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം എനിക്കറിയില്ലല്ലോ ഇതെങ്ങനെയാണ്. ഫ്ലൈറ്റിൽ വന്ന് നമ്മൾ ബോംബെയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടുന്ന് ഒരാളങ്ങ് കൊണ്ടുപോകുമായിരുന്നു. പിന്നെ ഇത് ഇവിടുന്ന് എങ്ങനെയാണ് ബാംഗ്ലൂർക്ക് വരിക, ബാംഗ്ലൂരിൽ നിന്ന് എങ്ങനെയാണ് നെടുമ്പാശ്ശേരിക്ക് എനിക്കറിയില്ല. പിന്നെ ടിക്കറ്റ് കിട്ടി. ഏതായാലും ഭാഗ്യം ചെക്കിങ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഒരു മലയാളിയെ കണ്ടു, ഒരമ്മയും മോനുമാണ്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ നെടുമ്പാശ്ശേരിയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ കൂടെ ഇരുന്ന് ബാംഗ്ലൂരെത്തി. പക്ഷേ ബാംഗ്ലൂർ വന്നപ്പോഴത്തേന് കാപ്പി കുടിച്ചിട്ടുണ്ട് പറഞ്ഞു, കാപ്പി കുടിക്കും. പക്ഷേ എനിക്ക് കാപ്പി വേണം, പക്ഷേ ഭയങ്കര ചാർജ് ആയതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വേണം, പക്ഷേ നമ്മുടെ പൈസയുടെ ചാർജ് ചെയ്യണം. അവരോട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അതങ്ങനെ അങ്ങ് പോയി. അതിനുശേഷം അവരുടെ കൂടെ തന്നെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ് കയറി നെടുമ്പാശ്ശേരി വരെ ചെന്നു. പിന്നെ ഇറങ്ങിയപ്പം കണ്ടില്ല, ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവരെ കണ്ടില്ല. പിന്നെ ആങ്ങളെ വരാൻ പറ്റത്തില്ല, ക്വാറൻറ്റൈൻ ഇരിക്കണ്ടേ. അവൻ്റെ ജീവിതമാർഗ്ഗമാണല്ലോ, അവൻ വണ്ടി ഓടിച്ച് പുറത്തു പോയെല്ലാം ചെയ്യേണ്ടത്. അപ്പം ഞാൻ കാരണം അവന് ക്വാറൻറ്റൈൻ ഇരുന്നാൽ പിന്നെ അത് പ്രശ്നമാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ രാത്രി 12 മണി, ഏകദേശം രാത്രിയായി, 10-11 മണിയായി ഞാൻ വന്നപ്പോഴത്തേക്കിന്. അപ്പോൾ എങ്ങനെ ഇനി രാത്രി ഞാൻ പോകും? ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങി നെടുമ്പാശ്ശേരിയിൽ നിന്ന് എൻ്റെ വീട് വരെ ചെല്ലണ്ടേ. അപ്പോഴത്തേന് പിന്നെ ഞാൻ എന്ത് ചെയ്തു, അവിടെ ടാക്സി കിട്ടും. ഞാൻ എന്ത് ചെയ്തു, ഒരു പോലീസുകാരൻ്റെ നമ്പരും കൂടെ മേടിച്ച് അവിടെ ടാക്സി ബുക്ക് ചെയ്ത് ടാക്സിയെ കയറി. വിശന്ന് നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് ആ പുള്ളിയോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് വിശന്നിട്ട് എനിക്ക് വയ്യ, എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞു. പക്ഷെ ആ പുള്ളി ഇങ്ങനെ വല്ലാത്ത നോട്ടൊക്കെ നോക്കിയാൽ എനിക്ക് പേടി. കാരണം ഒറ്റയ്ക്കാണ്, രാത്രിയാണ്, ഒരാണ് എങ്ങനെയായിരിക്കും നമ്മളോട് പെരുമാറുന്ന ആ ഒരു രീതിയിലൊക്കെ ഉള്ളിൽ ഭയമുണ്ട്. പക്ഷേ ആ പുള്ളി ഉടനെ നല്ലൊരു മനുഷ്യൻ. അവിടെ അങ്ങോട്ട് എയർപോർട്ടിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേന് തന്നെ ഇഷ്ടംപോലെ തട്ടുകടയുണ്ടായിരുന്നു. ഒരു തട്ടുകട അവിടെ നിന്നെടുത്തിട്ട് മോൾ ഇറങ്ങണ്ട, അവിടെ ഇരുന്നോളാൻ പറഞ്ഞിട്ട് ആ ചേട്ടൻ എനിക്ക് തട്ടുദോശയും കഴിക്കാൻ ഞാൻ പറഞ്ഞു എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞു. തട്ടുദോശയും കുറച്ച് ചമ്മന്തിയോ മുട്ടയോ കാപ്പി എന്തൊക്കെയുണ്ട്. കാരണം അന്നാണ് വിശപ്പിൻ്റെ വില ഞാൻ ശരിക്കും അറിഞ്ഞത്. വാരി വലിച്ച് കഴിച്ചിട്ട് എന്തോ കഴിച്ചെന്ന് പോലും അറിയില്ല. അത് കഴിഞ്ഞാൽ ബോധം വരുന്നുണ്ട്. അത് മുട്ടയും ഇതെല്ലാം കൊണ്ടിട്ടാണ് കഴിക്കുന്നത്. മുട്ടയൊന്നും എനിക്ക് വലിയ താല്പര്യ സാധനം. പിന്നെ ഉളുമ്പ് ചവയായി. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഛർദ്ദിക്കാൻ തുടങ്ങി. പിന്നെ ഇത്രയും 2 ദിവസത്തോട് പട്ടിണിയായിരുന്നു. അപ്പോൾ വെറും വയറ്റിൽ ഇതിനോട് ചെന്നപ്പോൾ എല്ലാം കൂടെ ആക്കിയപ്പോഴത്തേനും ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ പക്ഷേ നല്ലൊരു ചേട്ടൻ എന്ന് പറയാം കേട്ടോ. പക്ഷേ ഞാൻ പേടിച്ച പോലെ നല്ലൊരു കെയറിങ്ങാണ് ആ ചേട്ടൻ എനിക്ക് തന്നത്. ആ ചേട്ടൻ ഒരു ബാബു ചേട്ടനാണ്, എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. നല്ലൊരു ചേട്ടൻ. എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്നോട് പറഞ്ഞു, മോൾക്ക് എന്തെങ്കിലും ക്ഷീണം ഉണ്ടെങ്കിൽ പറയണം, നമുക്ക് ഹോസ്പിറ്റലിൽ വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ 5 പൈസ ഇല്ല, അത് വേറെ രസം. അതിൻ്റെ ബാലൻസേ ഉള്ളൂ, ആ 1400 രൂപ കയ്യിലുള്ളൂ. പക്ഷേ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ? ഏജൻസി തന്നെയാണ് ടിക്കറ്റ് എടുത്ത് തന്നതുകൊണ്ട് ആ 1400 ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ അവിടുന്ന് വീട്ടിൽ ചെല്ലണമല്ലോ. അങ്ങനെ ഇടയ്ക്ക് വെച്ച് ഛർദ്ദിക്കുന്നുണ്ട്. പിന്നെ എന്തോ BP എന്തോ പോലെ പെട്ടെന്ന് കുറയുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എനിക്ക് ഇച്ചിരി ഉപ്പും ചീഞ്ചി. അപ്പോൾ ഈ പാതിരാത്രി എവിടെ കിട്ടാനാ? അങ്ങനെ ഞങ്ങൾ കുറേ കഴിഞ്ഞപ്പോഴത്തേനായിരുന്നപ്പോൾ ഒരു കുഞ്ഞു കട തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു ഇച്ചിരി ഇഞ്ചി ഉപ്പുമൊക്കെ മേടിച്ച് കഴിച്ചു. പിന്നെയും കോട്ടയൊക്കെ ആയപ്പോൾ പിന്നെയും ഛർദ്ദിക്കാൻ തുടങ്ങി. അപ്പം ഛർദ്ദിച്ച് അങ്ങ് ശരിക്കും അങ്ങ് തളർന്നു. പിന്നെ ഇടയ്ക്ക് ആങ്ങളേനെ വിളിക്കുന്നുണ്ട്, ഞാൻ ഇവിടം വരെയായി, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പം നേരെ ഇപ്പോൾ എൻ്റെ ഒരു ആങ്ങളയുടെ വീട് അവിടെ വെറുതെ കിടപ്പുണ്ട്. അതിനൊരു ആങ്ങൾ ഗൾഫിലായിരുന്നു. അപ്പം അവരുടെ വീട്ടിലായിരുന്നു. അപ്പം കിടന്നപ്പോഴത്തേക്കിന് ആ വീട്ടിലേക്ക് തന്നെ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. ക്വാറൻറ്റൈൻ ഇരിക്കണമല്ലോ. അപ്പോൾ നേരെ ആ ആങ്ങളുടെ വീട്ടിൽ
ക്വാറൻറ്റൈനിലിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പം ബാബുചേട്ടന് ആങ്ങളയോട് ഞാൻ പറഞ്ഞ പൈസ, അപ്പോൾ ആങ്ങൾ കൊണ്ടുവന്നു, പൈസയും കൊടുത്തു. അങ്ങനെ ആ ബാബുചേട്ടൻ നല്ലൊരു ബാബുചേട്ടൻ പറഞ്ഞു, ഏത് ഭാഗത്തും എന്നെ രക്ഷിക്കാനായിട്ട് ദൈവം ഒരാളെ എനിക്ക് അയച്ചു തരും. അങ്ങനെ ക്വാറൻറ്റൈൻ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് പിന്നീട് എറണാകുളത്തേക്ക് പോകുന്നത്.